ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും മിക്കവാറും വരുന്നൊരു സംഭവമാണ്. അതായത് ചേട്ടാ ഇതൊക്കെ അഴിച്ച് കാണിച്ചും ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കുന്ന ഇഷ്ടംമാതിരി പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത്, അതായത് നീ ഇതിൻ്റെ അകത്ത് മൊത്തം വാഷിംഗ് മെഷീൻ ഇത്ര നാൾ, ഇപ്പോൾ 2021 2018 വെള്ളം മുങ്ങിയത്. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ എന്താ സംഭവിച്ചത്, അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ എന്താ നടന്നതെന്നുള്ളതൊന്ന് പറഞ്ഞ്. ഹായ് ഗായ്സ്, അഴിച്ചുകൊണ്ട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നീതുവിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഈ വീട് നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സിന് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. ചേന്നമംഗലത്താണ് വീട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയൊരു വീടാണ്. കാണാത്തവർ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ആ അന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഞങ്ങളുടെ പണി കളയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് പല ടെക്നീഷ്യന്മാരും നമുക്ക് കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ആരുടെയും പണി കളയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഈ സംഭവം, അതായത് 2018 പ്രളയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയതാണ്. അതായത് വീടിൻ്റെ അകത്ത് എൻ്റെ കഴുത്തിൻ്റെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. വീടിൻ്റെ പുറത്ത് മുറ്റത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നേലും ഒരു 2 അടി ഹൈറ്റിൽ ആണ് വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വെള്ളം കയറിയ വീടാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നു കുറേ തയ്യൽ മെഷീൻസ് ഉണ്ടായിരുന്നു. നീതുവിൻ്റെ അമ്മ തയ്ക്കും, അപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഈ പറഞ്ഞ രീതിക്ക് ഫ്രിഡ്ജ് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജ് വെള്ളത്തിൽ പൊന്തിക്കിടന്നുകൊണ്ട് ഫ്രിഡ്ജിന് കേടുപാടൊന്നും വന്നില്ല. അത് ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ ഈ പറഞ്ഞ രീതിയിൽ മുങ്ങിപ്പോയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ബാക്കിയുള്ള കഥകൾ നമ്മുടെ അളിയൻ നിഖിൽ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നടക്കുന്നത്, നമ്മൾ തൃപ്പൂണിത്തുറയിലാണോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ നിഖിലെ, എന്താണ് സംഭവിച്ചതെന്നുള്ളതും എത്ര പേര് വന്ന് റിപ്പയർ ചെയ്യാൻ പോയി, എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്ന് അങ്ങനെ പറഞ്ഞേക്ക്. കാരണം ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും മിക്കവാറും വരുന്നൊരു സംഭവമാണ്. അതായത് ചേട്ടാ ഇതൊക്കെ അഴിച്ച് കാണിച്ചും ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കുന്ന ഇഷ്ടംമാതിരി പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത്, അതായത് നീ ഇതിൻ്റെ അകത്ത് മൊത്തം വാഷിംഗ് മെഷീൻ ഇത്ര നാൾ, ഇപ്പോൾ 2021 2018 വെള്ളം മുങ്ങിയത്. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ എന്താ സംഭവിച്ചത്, അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ എന്താ നടന്നതെന്നുള്ളതൊന്ന് പറഞ്ഞ്. ഹായ് ഗൈസ്, അപ്പോൾ 2018 നമ്മുടെ അളിയൻ പറഞ്ഞ പോലെ ഫ്ലഡ് ഉണ്ടായത്. അതിനനുസരിച്ച് പോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ മുങ്ങി. അതിനുശേഷം നമ്മളത് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത്, ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ സാധനങ്ങളും വാഷ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വാഷ് ചെയ്തെടുത്ത്, ഫ്രിഡ്ജ് പറഞ്ഞോണം നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഇതാക്കിയപ്പോൾ ഓക്കെ ആയി, വർക്ക് ചെയ്യണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒരു 1-2 മാസം വർക്ക് ചെയ്തു. പിന്നെ അത് പെട്ടെന്ന് സ്റ്റക്കായി പോയത്. എന്ന് വെച്ചാല് അത് ഓഫായി പോയി, മൊത്തത്തിൽ ഓഫായി പോയി. വാഷിംഗ് മെഷീൻ മൊത്തത്തിൽ ഓഫായി പോയി. അപ്പോൾ നമ്മൾ അത് ഓഫായതിനു ശേഷം ഇതുപോലെ ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഇതെന്താ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തി. അപ്പോൾ പുള്ളി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ മോട്ടർ അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് വേറെ പുതിയ മോട്ടർ വെക്കുകയാണെങ്കിൽ അത് ഓക്കെ ആവും. പക്ഷെ അതിന് 5000-5500 രൂപയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ മോട്ടർ, പുതിയ മോട്ടർ അത് തന്നെ 5000 രൂപ. 5000 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പൊ പുതിയത് വെച്ചാൽ തന്നെ അത് പിന്നീട് കംപ്ലൈന്റ് ആവും. കംപ്ലൈന്റ് ആയാലും വീണ്ടും നന്നാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പുതിയത് വെച്ചാലും അത് വീണ്ടും കംപ്ലൈന്റ്. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയതാണല്ലോ, അപ്പൊ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, ഇപ്പൊ 5000 രൂപ ഇപ്പൊ മേടിച്ച് വെച്ചാൽ തന്നെ അത് വീണ്ടും കംപ്ലൈന്റ് ആവില്ല. അപ്പൊ പിന്നെ രണ്ടാമത് നമുക്ക് അത്ര 5000 രൂപ ചെലവാക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല സംഭവം. ഇപ്പോൾ ഒരു 10000 രൂപ നമുക്ക് പുതിയ വാഷിംഗ് മെഷീൻ മേടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞോണം ഞങ്ങൾ ജസ്റ്റ് വേറൊരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നൊരു ചേട്ടനെ വിളിച്ചിട്ട് കാണിച്ചു. എന്തെങ്കിലും അങ്ങനെ നേരത്തെ ഒരു പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇന്ന പോലെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി വന്നു. അത് പുള്ളി വന്നിട്ട് ജസ്റ്റ് വേറെ ഒന്നും ചെയ്തില്ല, മെഷീനൊന്ന് തിരിച്ച് അതിൻ്റെ എന്തോ മോട്ടറൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയപ്പോൾ അന്നേരം അത് ഓക്കെ ആയി. പുള്ളി പോയി പുറകെ തന്നെ അത് പഴയ പോലെ തന്നെ അത് അങ്ങോട്ട് കംപ്ലൈന്റ് ആയി. പുള്ളി ഏത് മോട്ടറാ തിരിച്ചത്? മെയിൻ മോട്ടറാണോ? മെയിൻ മോട്ടർ അല്ല, താഴെ ഒരു മോട്ടർ ഉണ്ടായിരുന്നു. ഇത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്.
അപ്പം അത് സാധാരണ ഇപ്പോൾ പുള്ളി ചെയ്യണ പോലെ തന്നെ തിരിച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഒരു ചെറിയൊരു മോട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു മെയിൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അന്നേരം കംപ്ലൈന്റ് എന്ന് വെച്ചാല് വാഷിന്റെ ഓപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ്റെ ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വാഷിന്റെ ഓപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് മെയിൻ മോട്ടർ കറങ്ങുന്നുണ്ടായിരുന്നു. മെയിൻ മോട്ടർ കറങ്ങുന്നുണ്ടായിരുന്നു ജസ്റ്റ്. ഓക്കെ. പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ആവുക അങ്ങനെയുള്ള സാധനങ്ങൾ അതൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളി ജസ്റ്റ് ഒന്നത് ചെയ്ത് നോക്കി, എന്തോ ചെയ്ത് നോക്കി, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അന്നേരം പുള്ളി ഉള്ളപ്പോ അത് വർക്ക് ചെയ്ത്, പിന്നെ പുള്ളി പോയാ പുറകെ തന്നെ അത് എന്തോ കംപ്ലൈന്റ് ആയത്. നിഖിലിപ്പോൾ ചെരിച്ചിട്ടിട്ട് എന്തോ ചെയ്തു എന്ന് പറഞ്ഞ മോട്ടറാണ് ഈ കാണുന്നത്. ഇതൊരു ഡ്രെയിനേജ് മോട്ടറാണ്. അതായത് ഇതിൻ്റെ അകത്തൊരു കേബിളാണ് വലിക്കുന്നത്. കേബിൾ വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രെയിനായി പോകുന്ന ഒരു സംവിധാനമാണ്. ഇത് 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗിയേർഡ് മോട്ടറാണ്. അപ്പോൾ ഇതൊരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന കേബിൾ വലിച്ച് അതിൻ്റെ ഡ്രെയിനേജ് വാൽവ് തുറക്കുക എന്നുള്ളതാണ് ഈ മോട്ടറിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഈ മോട്ടർ അഴിച്ചെടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതേ മോഡൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് മോട്ടർ കിട്ടും. നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നത് വേൾപൂളിൻ്റെ വൈറ്റ് മാജിക് 123 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് ഊരാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ലിഡിൻ്റെ നേരെ താഴെ 2 സ്ക്രൂ ആണുള്ളത്. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും മറ്റേ റൈറ്റ് സൈഡിലും. അവിടെ ഒരു റബ്ബർ ബുഷ് ഉണ്ടാവും, അത് ഊരി കഴിഞ്ഞിട്ട് വേണം സ്ക്രൂ ഊരാൻ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ വാഷിംഗ് മെഷീൻ അഴിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ ബാക്കിൽ കാണുന്ന വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ കാണുന്ന ഈ 2 സ്ക്രൂ ആണ് ഊരേണ്ടത്. അതിനുശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലെയും അടിയിലെ കവറുകളാണ് ഊരേണ്ടത്. 4 or 6 സ്ക്രൂകൾ മൊത്തത്തിൽ ആണിത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഊരിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് അഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ടച്ച് പാനലിൻ്റെ അടിയിലാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഇലക്ട്രോണിക്സ് എല്ലാം വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടത്. മിക്കവാറും ഇത് നല്ല രീതിയിൽ പോട്ടഡാണ്. അതായത് ഒരുവിധം വെള്ളവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനെ ബാധിക്കാത്ത തരത്തിൽ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ആ കൂടെ നമുക്ക് കേടാവാൻ ചാൻസ് ഉണ്ടായിരുന്നത് ആ മോട്ടറുകൾ മാത്രമാണ്. മെയിൻ മോട്ടർ ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്തു. നമ്മുടെ കവറുകളെല്ലാം ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രം ഊരൽ വളരെ സിമ്പിളാണ്. ഡ്രം വെറുതെ ഒരു കുഴിയിലൊരു സ്റ്റോപ്പർ മാതിരത്തൊരു സംഭവം വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രമ്മ് നമുക്ക് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. പൊക്കി ഇത് കണ്ടോ, പൊക്കി ആ ഗാഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡ്രമ്മ് ഊരിയെടുക്കുന്നതിന് മുമ്പ് മെയിൻ മോട്ടറിലേക്കും അതേമാതിരി നമ്മുടെ ഡ്രെയിൻ മോട്ടറിലേക്കും ഒക്കെ ഉള്ള വയറുകളും സെൻസറുകളിലേക്കുള്ള ഓസുകളും ഊരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ ഡ്രെയിൻ മോട്ടർ ഉണ്ടായിരുന്ന അതേ ഹോളുകളിൽ നമ്മുടെ പുതിയ ഡ്രെയിൻ മോട്ടർ കറക്റ്റായിട്ട് പിടിപ്പിക്കുക. ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മുടെ കേബിളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. എടാ ഒരു സാധനം നീ ഊരിയില്ലായിരുന്നോ? ഈ സാധനം അതും കൂടെ പിടിപ്പിക്കണ്ടേ? അത് പിടിപ്പിക്കാം. കേട്ടോ ഇട്ടില്ല, അത് ഊരിപ്പോന്ന. ഓക്കെ കേട്ടോ, ഇപ്പോൾ അത് റെഡിയായി. Jangan sih dia mau kamu kena sih.
നീ ഈ സാധനം പിടിപ്പിച്ചിട്ടില്ല? നീ കട്ടി. അഴിച്ചെടുത്ത വയറുകളും അഴിച്ചെടുത്ത സ്ക്രൂകളും അഴിച്ചെടുത്ത കണക്ടറുകളും എല്ലാം തിരിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രെയിൻ മോട്ടർ മാറ്റിയ സ്ഥിതിക്ക് നമ്മൾ ഇനി ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം കെട്ടി നിൽക്കാതെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഡ്രെയിൻ ആയി പോയിരുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റിൻസ് മോഡിലിട്ടതിന് ശേഷം ഒരു കംപ്ലീറ്റ് ഡ്രൈയിങ് സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം ഫിക്സ് ആവുന്നതാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് സംഭവം ഇപ്പോൾ വർക്കിംഗ് ആണല്ലോ. ഇപ്പോൾ വർക്കിംഗ് ആണ്. മൊത്തം നമുക്ക് എത്ര രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്? നമുക്ക് ആകെ വന്നേക്കണത് 650 രൂപ. 650 രൂപ. എനിക്കില്ലേ സാധാരണക്കാരനോട് ഇപ്പോൾ ഇത് കാണുന്ന പലരും പറയും എനിക്ക് ഇലക്ട്രിക്കൽ പരിപാടി അറിഞ്ഞൂടാ, ഇലക്ട്രോണിക്സ് പരിപാടി അറിഞ്ഞൂടാന്ന് പറയും. സാധാരണക്കാരനോട് നമ്മളിത് ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ എടുത്തു, അതേപോലെ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നീയാണല്ലോ അഴിക്കാനായിട്ട് സഹായിച്ചത്. അപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര സമയം എടുത്തിട്ടുണ്ടാവും നമ്മളത് ശരിയാക്കി എടുക്കാൻ? അപ്പോൾ മാക്സിമം ഒരു 2 മണിക്കൂർ. കാരണം അത് ഫുൾ അഴിച്ച്, കാരണം നമുക്ക് അറിയില്ലല്ലോ എന്താ കംപ്ലൈന്റ് ഒന്നും അറിയില്ല. അപ്പോൾ അത് മൊത്തത്തിലൊന്നും അഴിക്കേണ്ട വന്നു. അപ്പോൾ അഴിച്ച് ലാസ്റ്റാണ് നമുക്ക് ഇങ്ങനെ ഒരു അതിൻ്റെ കംപ്ലൈന്റ് ഇന്നപോലെ ഡ്രൈനേജ് മോട്ടറിൻ്റെ ഒരു കംപ്ലൈന്റ് ആണ് നമുക്ക് മനസ്സിലായത്. അതിപ്പോൾ അഴിച്ച് വെച്ച് നമ്മളത് പുതിയ മോട്ടറൊക്കെ മേടിച്ച് അത് സെറ്റ് ചെയ്യേണ്ട ഒരു സമയം ഇത്രയും വന്നുള്ളൂ. ശരിക്കും 2 മണിക്കൂർ എന്ന് പറയുന്നത് അഴിച്ച് പുതിയ മോട്ടർ കടയിൽ പോയി മേടിച്ച് വന്ന് ഫിറ്റ് ചെയ്യണം. അതിന്റെ അത്രേ ആയുള്ളൂ. 2 മണിക്കൂർ ആകെ ആയുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആകെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആകെ 650 രൂപയുള്ളൂ. മൊത്തത്തിലുള്ള എക്സ്പെൻസ് 650 രൂപയുള്ളൂ. നമ്മളപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് അഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് നിങ്ങളിലും കൂടെ എത്തിക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് എത്ര മാസമായിട്ടുണ്ടാവും നിഖിലെ? ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിഖിലെ? സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ വരുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ കോഴി അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.